നമുക്കിപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ ജയറാം മുഖ്യ അതിഥിയായി തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയാഘോഷത്തിന്റെ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ ബാബു അടക്കമുള്ളവർ ഉണ്ട്, മന്ത്രിയുണ്ട്, എം പി രാജേഷ്. പൊന്നോണ നാളിന്റെ വരവറിയിച്ചുള്ള തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ജനസാഗരമാണ് തൃപ്പൂണിത്തുറയിലേക്ക് എത്തുന്നത്. ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് അല്പസമയത്തിനുള്ളിൽ നിർവഹിക്കും. നടൻ ജയറാം വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലെബി സജീന്ദ്രനും അലിയും സുധിയും ആതിരാജയനും തുളസിയും നമുക്കൊപ്പമുണ്ട്. ആദ്യം ലെബിയിലേക്ക്. ലെബി, ഇപ്പോൾ നടൻ ജയറാം വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു നാടിന്റെ വൈകാരിക ബന്ധമാണ് ജയറാമിനെ സംബന്ധിച്ച്. പിഷാരടി അടക്കമുള്ളവരുണ്ട്, പ്രേക്ഷകർക്ക് കാണാം. മന്ത്രി എം പി രാജേഷ് ഉണ്ട്. ചടങ്ങുകൾക്ക് തുടക്കമാകുന്നുവല്ലേ? അങ്ങനെ ഓണത്തിന്റെ വിളംബരമാവുകയാണ് അല്ലേ ലെബി? അതെ ഡോക്ടർ അരുൺ, ഓണം ഇവിടെ ചമഞ്ഞിറങ്ങുകയാണ് തൃപ്പൂണിത്തുറയിലേക്ക്. ഇപ്പോൾ ജയറാം പറഞ്ഞതുപോലെ അദ്ദേഹത്തിലേക്ക് സത്യത്തിൽ ഇതൊരു വികാരം തന്നെയാണ്. വളരെ സന്തോഷപൂർവ്വം തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന്റെ ഭാഗമാകുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. എങ്ങനെയുണ്ട് അലി, ഇന്ന് മൊത്തത്തോളൊരു വൈബിലേക്ക് കടന്നു കഴിഞ്ഞു അരുൺ? നമ്മൾ രാവിലെ വരുമ്പോൾ ഉണ്ടായ കാഴ്ചയല്ല ഇവിടെ. വലിയൊരു ജനക്കൂട്ടം ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു. ഇനി ഇതൊരു ജനസാഗരമാകാൻ പോവുകയാണല്ലോ. ജയറാം എത്തി, മന്ത്രി എം പി രാജേഷ് എത്തി. ഇനിയിപ്പോ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകൾ ഉടൻ കഴിയും. അതിനപ്പുറത്തേക്ക് ഇത് ബാക്കിയുള്ളവരുടെ, സാധാരണക്കാരുടെ ആഘോഷമാണ്. ജാതി മത ഭേദമന്യേ ഇവിടെ ഒത്തുകൂടിയ എല്ലാ മലയാളികളുടെയും ആഘോഷമാണ്. അതെ, തീർച്ചയായും ഇവിടെ ഓരോ കലാരൂപങ്ങളൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ്. ഈ നാട്, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ ഒരുമിച്ച് അണിനിരക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വർണ്ണാഭമായ കാഴ്ച ഒരുക്കുന്നതിന്റെ പിന്നിലെ കഥ. എല്ലാ ഭാഗത്തു നിന്നുള്ളവരെ ഇങ്ങോട്ട് ഒരുമിച്ചെത്തിക്കാൻ ഇതിന്റെ സംഘാടകർ എല്ലാ കൊല്ലവും ശ്രമിക്കാറുണ്ട്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. നമ്മൾ അന്യം നിന്ന് പോകുന്നു എന്ന് പറയുന്ന കലാരൂപങ്ങളെ പോലും ഇവിടെ കാണാൻ സാധിക്കും. സമീപത്തുള്ള സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികൾ ഇങ്ങോട്ട് എത്തും. ഇവിടെ അണിഞ്ഞൊരുങ്ങി എല്ലാവരും റെഡിയാണ്. ഓണത്തെ വരവേൽക്കാൻ റെഡിയായോ? എങ്ങനെയുണ്ട് ഇത്തവണത്തെ ആഘോഷമൊക്കെ? ഇത് എന്തിനുള്ള ടീമാ? തമ്പുരാട്ടിമാരാണ്. അരുൺ, കുറെ തമ്പുരാട്ടിമാർക്കൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ അണിഞ്ഞൊരുങ്ങി അയ്യോ കൃഷ്ണനും രാധയുണ്ട്. കൃഷ്ണന്റെ പേരെന്താ? ലക്ഷ്മി. ഇവിടെ തന്നെയാണ് സ്ഥലം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ആഘോഷം? വൈബാണോ? എങ്ങനെയുണ്ട് രാധ? എന്തായാലും ഇതാ അണിഞ്ഞൊരുങ്ങി കുട്ടിപ്പടകൾ എല്ലാവരും ഇവിടെ സജ്ജമാണ്. ആഘോഷത്തിന്റെ ആ എക്സ്ട്രീമിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. എങ്ങനെയുണ്ട് ആഘോഷം? എല്ലാവരും ഗംഭീരമായ ആഘോഷത്തിന്റെ ഒരു വൈബിലേക്ക് കടന്നു കഴിഞ്ഞു. ഇവിടെ കാഴ്ചകൾ നമുക്ക് കാണാം. അണിഞ്ഞൊരുങ്ങി ഒരുപാട് കുട്ടികൾ ഇവിടെയുണ്ട്. നിരവധി ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെയായി ഒരുപാട് പേർ. ഇത് മതസൗഹാർദ്ദം എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യത്തിൽ മതസൗഹാർദ്ദത്തിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ഉത്സവമാണിത്. തീർച്ചയായും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, സാമൂഹ്യ സാഹചര്യത്തിൽ വിളിച്ചോതേണ്ട അല്ലെങ്കിൽ എടുത്തു പറയേണ്ട മതസൗഹാർദ്ദത്തിന്റെ കാഴ്ചകൾ കൂടി ഇവിടെയുണ്ട്. ഇതാരാ, വാമനനാണോ? വാമനൻ, എങ്ങനെയുണ്ട് ആഘോഷം? മാവേലി എങ്ങനെയുണ്ട്? മാവേലി വാമനുണ്ട്. എന്താ ഒന്നിച്ച് നിങ്ങൾ ചങ്സായോ? അരുൺ, നമ്മൾ രാവിലെ കണ്ട കാഴ്ചയാണ്. ഇവിടെ മാവേലിയും വാമനനും ഒന്നിച്ച്, നേരത്തെ മായാവിയും ലുട്ടാപ്പിയും ഒന്നിച്ച്, അങ്ങനെ ഒരു ഐക്യത്തിന്റെ, സാഹോദര്യത്തിന്റെ, സമത്വത്തിന്റെ ആഘോഷമാണ് കാഴ്ചകളിലേക്ക് കടന്നു. അതാണ് സുന്ദരമായ ഒരു കാഴ്ച. നേരത്തെ ലേബി പറഞ്ഞതുപോലെ എല്ലാ സമുദായ വിഭാഗങ്ങളുടെയും ഓണമാണ്. ലുട്ടാപ്പിയും മായാവിയും ഒന്നിക്കുന്നു, മഹാബലിയും വാമനനും ഒന്നിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പം സുധിയും ആതിരയും ഉണ്ട്. സുധി, കാഴ്ചകൾ ഗംഭീരമാണ്. ഓരോരോ വേഷങ്ങളായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിരിക്കുന്നു. നിരത്തുകളിൽ ഓണത്തിന്റെ ചമയം ഇങ്ങനെ തിളങ്ങി നിൽപ്പാണ്. അപ്പോൾ ഓണ വിളംബരത്തിലേക്ക് നമ്മൾ അടുക്കുന്നു. എന്താണ് കാഴ്ചകൾ കണ്ടിട്ട് ആവേശം ഉണ്ടാവുന്നുണ്ടോ സുധി? അരുൺകുമാർ, ആവേശത്തിന് ഒരു കുറവുമില്ല. ഇത്തവണയും പതിവ് പോലെ ആവേശം അതുപോലെ തന്നെയുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് ലേവിയും അലിയും കാണിച്ചു തന്നത് വാമനൊക്കെ ആണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് വേറെ കുറച്ച് കാഴ്ചകളാണ്. ഇതാ കണ്ടല്ലോ, ഞങ്ങളുടെ തൊട്ട് പുറകിൽ നടക്കില്ല. ഇതാ കുറച്ച് ആൾക്കാരുടെ ഉണ്ട് നമുക്ക് കാണിച്ചു തരാൻ. തുളസി പേടിച്ചിട്ടുണ്ട്, തുളസിക്ക് കൊടുക്കാം. ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ പേടിച്ചിട്ടുണ്ട്. ഇവർ നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര രസമാണ് അരുൺകുമാർ. കുട്ടികളായാലും മുതിർന്നവരായാലും എന്താ പറയണ്ടേന്ന് അറിയില്ല, അത്രയധികം ആവേശമാണ്. ഒന്നും രണ്ടും അല്ല, ഒത്തിരി കലാരൂപങ്ങളുണ്ട് ഇവിടെ.
അതാ ഘോഷയാത്ര തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇതാ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇതാ ഇങ്ങോട്ട് നേരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓരോരോ സമയങ്ങളും അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞു. ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ട ഈ വേഷങ്ങളല്ലാതെ ഇതായത് അപ്പൂപ്പനും അമ്മയൊക്കെ ഉണ്ട്. അതിനപ്പുറത്ത് ഇതാ കാവടിയുണ്ട്. ആതിരജി എന്തൊക്കെ കാണുന്നുണ്ട്? വളരെ നല്ല സന്തോഷകരമായ കാഴ്ചകളാണ്. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം ഇങ്ങനെ അലയടിക്കുകയാണോ. തൃപ്പൂണിത്തുറയിൽ അത്ത സമയത്തിന് വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് ഘോഷയാത്ര തുടങ്ങും. വേദിയിൽ ഉദ്ഘാടന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കലാരൂപങ്ങളൊക്കെ റെഡിയായിട്ട് ഇങ്ങനെ ഘോഷയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കാഴ്ചയാണ്. വൈവിധ്യമാർന്ന കലാരൂപങ്ങളാണ്. ഉത്സവപ്പറമ്പിൽ മാത്രമല്ല, പക്ഷേ ഉത്സവത്തിനൊക്കെ മാത്രം വരുന്ന കലാരൂപങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് ഒരു വേദിയിൽ ഇങ്ങനെ അണിനിരന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും വളരെ സന്തോഷത്തോടെ കൂടി ഓണത്തെ ഇങ്ങനെ വരവേറ്റ ഓണദിനങ്ങളെ ആവേശത്തിലാക്കുന്ന സന്തോഷകരമായ ഒരു നേരത്തിലേക്ക് പോവുകയാണല്ലോ ശ്രുതി. ഇനിയും കൂടുതൽ വൈവിധ്യങ്ങൾ പ്രതീക്ഷിക്കാം. വൈവിധ്യം ഇതാ ഞാൻ നേരെ ഒരെണ്ണം കാണുന്നുണ്ട്. പുറത്തു കൂടെ അതായത് ഒരു ശിവൻ പോകുന്നുണ്ട്. നമുക്ക് ക്യാമറയിൽ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പുറത്ത് ആ വഴി കൂടെയാണ് പോകുന്നത്. അങ്ങനെ പല വിധത്തിൽ നമുക്ക് പല കാഴ്ചകളും ഇവിടെ കാണാനുണ്ട്. ഇപ്പോൾ ഉദ്ഘാടനത്തിനുള്ള സമയമായിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ തന്നെ ആരംഭിക്കും. അതിന്റെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടന പ്രസംഗം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ എന്തായാലും ഘോഷയാത്ര അധികം വൈകില്ല അല്ലേ? ഉടൻ തന്നെ ഘോഷയാത്ര തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തുളസി കഴിഞ്ഞ തവണയും നമ്മൾ വന്നിട്ടുള്ളതാണ് ഇവിടെ. കഴിഞ്ഞ തവണയെ അപേക്ഷിച്ച് എന്താണ് ഇത്തവണ പ്രത്യേകതയുള്ളത്? കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അന്ന് മഴയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴയെല്ലാം മാറി പ്രകൃതി നമുക്ക് ഈ ഘോഷയാത്രയ്ക്ക് പരിപൂർണമായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. എല്ലാവരും അണിഞ്ഞൊരുങ്ങി പല വേഷങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരുണ്ട് അല്ലേ ശ്രുതി, ആതിര, ഒപ്പം തന്നെ തുളസി. നമുക്കിനി ഒന്ന് മാർഗംകളി കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ആകാശ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയൊരു ആൾക്കൂട്ടം. എനിക്കൊന്നത് ഫുൾ ഫ്രെയിമിൽ തന്നെ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാവുന്നതാണ്. നേരത്തെ ഇവിടെ ശൂന്യമായിരുന്നു. ഇപ്പോൾ ആ മൈതാനത്തേക്ക് നിരവധി ആളുകൾ ഇങ്ങനെ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. തൃപ്പൂണിത്തുറയിലേക്ക് ജനസാഗരം ഒഴുകി വരുന്നു. ഓണത്തിന്റെ വിളംബരമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ അലി അക്ബർ ഷായുണ്ട്. അലി അക്ബർ ഷാ, എല്ലാവിധ സാംസ്കാരിക ആഘോഷങ്ങളും എടുപ്പുകളും ഒക്കെയുണ്ട് ഈ തൃപ്പൂണിത്തുറയിൽ എന്നുള്ളതാണ്. വിവിധ ജാതി മത വിഭാഗങ്ങൾ ഒരു ഭേദവുമില്ലാതെ ഒരുമിച്ച് ഒരു വേദിയിൽ എത്തുന്നു എന്ന പ്രത്യേകതയാണ് ഒരുപക്ഷേ കേരളത്തിൽ വളരെ ഈ ഓണത്തിന് മാത്രം സാധ്യമാവുന്ന കാഴ്ചയിൽ ഒന്നാണ് അല്ലേ അലി? അരുൺകുമാർ, തീർച്ചയായും എല്ലാ നിലയിലുമുള്ള സാമൂഹ്യ ഐക്യത്തിന്റെ സാഹോദര്യത്തിന്റെ കാഴ്ചകളാണ് കാണുന്നത്. ഇതാ ഒരു മാർഗം കളിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരുൺ, ഒന്ന് കണ്ടു നോക്കാം. അരുൺ, ഇതാണ് കാഴ്ച. മാർഗം കളിയുണ്ട് എന്ന് വേണ്ട, എല്ലാ മൈമിന്റെ ടീം പോകുന്നു. അങ്ങനെ കലാകായിക ഒരു പ്രകടനത്തിന്റെ ഒരു വേദിയായി മാറുകയാണ് തൃപ്പൂണിത്തുറ രാജനഗരി. ഇതാ ഉണ്ട്, അതുപോലെ തന്നെ റെഡ് ക്രോസിന്റെ കുട്ടികളുണ്ട്. അങ്ങനെ വോളണ്ടിയർമാരുടെ ഒരു വലിയ സംഘവും ഇവിടെ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ കളർഫുള്ളായി മാറിയിരിക്കുന്നു ഇതാ രാജനഗരി എന്നുള്ളതാണ്. അല്പസമയത്തിനുള്ളിൽ കാണാൻ പോകുന്ന പൂരം അത് ചെറുതല്ല. ഇതാ വാദ്യമേള ഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ ആഘോഷങ്ങളുടെയും നടത്തുകയാണ്. കാണാം വർണ്ണശബളമായ ആഘോഷങ്ങൾ. കാണാം വാദ്യമേളം. ആഘോഷ നിറവിലാണ് തൃപ്പൂണിത്തുറ. ഓണം അത്തച്ചമയാഘോഷത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലേബിയും ഒപ്പം അലിയും നമുക്കൊപ്പം തുളസിയും ആതിരയും ശ്രുതിയും ഒക്കെയുണ്ട്. തത്സമയ വിവരങ്ങളുമായി വാർത്താസംഘം തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ വേദിയിൽ നിന്നും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരും. ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ദിനമാണ്. വാർത്തയ്ക്കും തിരക്കുള്ള ദിനം. അത്തമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരുന്നാട്ടെ. വളരെ